നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മക്കൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള നാമജപത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. മക്കൾ എത്ര കണ്ട് പഠിക്കാൻ മിടുക്കരാണ് എങ്കിലും പഠിച്ച ഭാഗങ്ങൾ പരീക്ഷയിൽ എഴുതാനുള്ള തടസ്സങ്ങളാൽ പരീക്ഷ പൂർത്തീകരിക്കാനുള്ള വിഷമത്തിലായിരിക്കും. കഴിയുന്നത് എഴുതാൻ കഴിഞ്ഞില്ലല്ലോ, പഠിച്ചത് എഴുതി മാർക്ക് മേടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള മനോവിഷമത്തോട് കൂടിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് എങ്കിൽ ഈ പറയുന്ന നാമജപങ്ങൾ അനുഷ്ഠിക്കൂ. എല്ലാ ദുരിതദോഷങ്ങളും നീങ്ങുന്നതാണ്. പഠനത്തിൽ ഉന്നത നിലവാരം ഉണ്ടാവുന്നതുമാണ്. പഠനത്തിൽ മിടുക്കരാക്കാനും സർവ്വ ഐശ്വര്യത്തിനും ഗണപതി ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കൂ. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷങ്ങളും മാറി സർവ്വ ഐശ്വര്യത്തിൽ വന്നു ഭവിക്കുന്നതാണ്. എല്ലാ തടസ്സങ്ങളും, എല്ലാ ശത്രുക്കളായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറി സർവ ദോഷങ്ങളും നിന്നും അകന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലവാരത്തിൽ എത്തുന്നതാണ്. ഭഗവാന്റെ ഫോട്ടോയോ പ്രതിബിംബമോ എന്തെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ, ഇനി ഇല്ല എങ്കിലും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രതമാക്കി ഗണപതി ഭഗവാനെ സ്വരൂപം മനസ്സിലിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതേ രൂപത്തിൽ ഭഗവാനോട് ആവശ്യപ്പെടുന്നതായിട്ട് നിങ്ങൾ പറയുക. ഭഗവാൻ എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ്. കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഭഗവാനെ 12 തവണ ഏത്തമിടുക. ഓം ഗം ഗണപതായ നമ എന്ന് 18 തവണ അല്ലെങ്കിൽ 38 തവണ, കഴിയുമെങ്കിൽ 108 തവണ അത്യുത്തമമാണ്. നിങ്ങൾക്കുള്ള എല്ലാ ദോഷദുരിതങ്ങളും നീങ്ങി പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത്തരത്തിൽ എത്തുന്നതാണ്. നിശ്ചിതമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തെത്തുന്നതാണ്. ഓം ഗം ഗണപതായ നമ എന്ന് മനസ്സിൽ ഉരുവിടൂ. തീർച്ചയായിട്ടും നിങ്ങൾ വിജയം കരസ്ഥമാക്കുന്നതാണ്. ഇവിടെ എഴുതി കാണിക്കാം. എല്ലാം ശുഭം.